മിലിറ്ററി ക്യാമ്പിൽ നിന്നും ആനക്കൊമ്പുകൾ മോഷണം പോയി. അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് ആനക്കൊമ്പുകൾ മോഷണം പോയത്. 2 കോടി രൂപ വിലമതിപ്പ് വരുമെന്ന് നിഗമനം. ഓഫീസേഴ്സ് ക്ലബിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. 1929 സംസ്ഥാന സർക്കാർ കൈമാറിയ ആനക്കൊമ്പുകളാണ് അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്. സംഭവത്തിൽ ഇന്നലെ രാത്രിയാണ് പൂജപ്പുര പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് ശേഷമാണ് ആനക്കൊമ്പുകൾ മോഷണം പോയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ തന്നെ പ്രതി ചേർത്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി ഹർജി നൽകിയത്. അറസ്റ്റ് നിയമവിരുദ്ധം എന്നാരോപിച്ചായിരുന്നു പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി. മതിയായ കാരണങ്ങളില്ലാതെയുള്ള അറസ്റ്റ് റദ്ദാക്കി തന്നെ മോചിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. SIT സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയ 109.234 ഗ്രാം സ്വർണം സ്വമേധയാ കൈപ്പറ്റിയതാണെന്നും 6 തവണ അറസ്റ്റിന് മുമ്പ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെന്നും പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിലുണ്ട്. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുത് എന്നായിരുന്നു SIT നിലപാട്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേസ് റദ്ദാക്കാനാകില്ലെന്ന് വ്യക്തമാക്കി തള്ളുകയായിരുന്നു. തിരുവനന്തപുരം ജഗതിയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. തീപ്പൊരി കണ്ടതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്ന ദമ്പതികൾ പുറത്തേക്ക് ചാടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഒറ്റശേഖരമംഗലം സ്വദേശി രാധാകൃഷ്ണനും ഭാര്യയുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ജഗതി പാലത്തിന് സമീപം രാവിലെയായിരുന്നു സംഭവം. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കാർ പൂർണ്ണമായും കത്തി. ബാറ്ററി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ CPIയെ പഴിചാരി CPMന്റെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പാലം വലിയുണ്ടായി. കൊള്ളാവുന്നവരെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് CPI. PM ശ്രീയിൽ CPI സൃഷ്ടിച്ച കലാപം UDFനെയാണ് സഹായിച്ചത്. മുന്നണി സംവിധാനത്തിൽ പോരായ്മകളുണ്ടെന്നും CPMന്റെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൽ പറയുന്നു. മുന്നണി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ വിജയിപ്പിക്കുക എന്നത് ഉത്തരവാദിത്തമാണ്. എന്നാൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രാദേശിക ഘടകങ്ങൾ നീക്കം നടത്തുന്നു. കൊള്ളാവുന്നവരെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയാത്ത പാർട്ടിയാണ് CPI എന്നും റിപ്പോർട്ടിൽ പരിഹസിക്കുന്നു. പലയിടത്തും CPMകാരെ തന്നെ CPI സ്ഥാനാർത്ഥിയാക്കുന്നു. മുന്നണി സംവിധാനത്തിൽ പോരായ്മകളുണ്ടെന്നും വിമർശനമുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയോടൊപ്പം പാർട്ടിക്ക് പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാനൊരുങ്ങി കോൺഗ്രസ്. ബെന്നി ബെഹനാനെ പുതിയ KPCC അധ്യക്ഷനായി നിയോഗിക്കാനാണ് സാധ്യതയേറുന്നത്. പാർട്ടിയിൽ ഭൂരിഭാഗം പേരും പിന്തുണയ്ക്കുക ബെന്നി ബെഹനാനെയാണ്. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാനാണ് അധ്യക്ഷ സ്ഥാനത്തേക്കാൾ കൂടുതൽ യോഗ്യനെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP മത്സരിക്കേണ്ടതില്ലെന്ന് നിലപാടറിയിച്ച ആളാണ് ബെന്നി ബെഹനാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതിനാൽ സണ്ണി ജോസഫിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയേക്കും. ആന്റണിയുടെ പേരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നുവെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദം വിനയായെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ സാഹചര്യത്തിൽ ബെന്നി ബെഹനാനാണ് മുൻഗണന.